ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം കൊണ്ട് മരിച്ചത്. അടുത്ത ദിവസം കൊല്ലത്ത് 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ ദേഹത്ത് സ്വന്തം അച്ഛൻ തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചു. അത് കൊച്ച് അതിനെ കാണിക്കാൻ നിന്ന് ഡോക്ടറെ അടുത്ത് സത്യാവസ്ഥ പറഞ്ഞു. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ആ കുഞ്ഞിനെ ആംബുലൻസിൽ കയറ്റാൻ നേരം പത്രപ്രവർത്തകർ ആ കൂടെ ഇരുന്ന അമ്മയോട് ചോദിച്ചപ്പം, അതായത് അമ്മയുടെ അമ്മയാണ് അച്ഛൻ്റെ അമ്മയാണെന്നാണ് തോന്നുന്നത്, ചോദിച്ചപ്പോൾ പറയുന്നത് അത് കുഞ്ഞ് കള്ളം പറയുന്നതാണ്, അവനങ്ങനെ ചെയ്യത്തില്ല, അവൻ്റെ അച്ഛൻ പട്ടാഴിയിലാണ്. ഇവരൊക്കെ കുഞ്ഞുമക്കൾക്ക് എന്ത് പറ്റിയാലും അവരുടെയൊക്കെ മക്കൾ സേഫായിട്ടിരിക്കണം. എങ്കിൽ തള്ളയെന്ന് പറയുന്ന ആ പെണ്ണും പിള്ള ഒരക്ഷരം മിണ്ടുന്നുമില്ല. പക്ഷേ എല്ലാം തെളിഞ്ഞു. ന്യൂസുകാർ മുഴുവൻ പുറത്തുള്ളൂ ആ കുഞ്ഞിനെ ദേഹത്ത് പൊള്ളിച്ചതിൻ്റെ ഇതിന് മുന്നേ ഉപദ്രവിക്കുമായിരുന്നൊക്കെ. നമ്മുടെ നിയമം ഇനിയും മാറ്റി എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ ക്രൂരമായ മർദ്ദനത്തിനിടയാക്കപ്പെടും. ഒരു കാര്യമില്ല, നിയമം മാറ്റി എഴുതാതെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങൾ എന്തോരോന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞുങ്ങോട്ട് മരിച്ച് അതിൻ്റെ ആ ഒരു ഇത് കെട്ടടങ്ങില്ല, അതിൻ്റെ തീയും പുകയൊന്നും കെട്ടടങ്ങില്ല. അതിന് മുന്നേ കൊല്ലത്തടുത്തത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർത്തോണം. ശരിക്കും നമ്മുടെ കേരളം എന്താണ് ഒരു UP പോലെയും പണ്ടത്തെ മുംബൈ പോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിയമം പേടിയില്ലാത്തത് തന്നെ ആയതുകൊണ്ടാണ്. ഒരെണ്ണത്തിനെതിരെ കേസെടുത്ത് ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റി കൊഴുപ്പിക്കാതെ ഒരെണ്ണത്തിന് തക്കതായ ശിക്ഷ കൊടുത്താൽ പിന്നെ ഒരുത്തനും സ്വന്തം കുഞ്ഞിൻ്റെ എന്നല്ല മറ്റൊരു കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവെക്കാനായിട്ട് കൈപ്പൊക്കൂല. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇവർക്കൊക്കെ എന്താണ് കിട്ടുന്നത്? വേണ്ടെങ്കിൽ കൊണ്ട് അനാഥാലയത്തിക്കള. എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ ദേഹത്ത് തന്നെ ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടുവെള്ളമൊന്ന് തെറിച്ചാൽ തന്നെ നമുക്ക് എന്തുമാത്രം വേദന. അന്നേരം കുഞ്ഞിൻ്റെ വയറ്റിലോട്ടൊക്കെ തിളച്ച വെള്ളം വീഴുമെന്ന് പറയുമ്പോൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് ആ തള്ള പറഞ്ഞില്ല, അത് ഒരു ഗ്ലാസ് അരിയെടുത്ത് ഗ്യാസിൽ വെച്ച് അത് അവനെടുത്ത് അതങ്ങ് ഒഴിച്ചതാണ്. 10 വയസ്സുള്ള കൊച്ചിന് അറിവില്ലേ? 10 വയസ്സുള്ള കൊച്ചിന് അറിവില്ലേ? അല്ലാതെ അതിൻ്റെ അച്ഛനൊന്നും ചെയ്യുന്നതല്ല. ഇനിയെങ്കിലും ഈ നിയമപാലകരായിട്ടിരിക്കുന്നവർ, നിങ്ങൾ എന്തിനാണ് നിയമപാലകരായിട്ട് അവിടെ ഇരിക്കുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നുവെന്ന് മനനാഴികയ്ക്ക് 100 വട്ടം പറയുന്നുണ്ടല്ലോ. ഏത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾ സംരക്ഷണം തരുന്നത്? അക്രമപ്പെട്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്കിന് കൊലയാളികളെ കൊണ്ട് തെളിവെടുപ്പിന് വരുമ്പോഴത്തേന് അവളുമാരുടെ ജീവനും സ്വത്തിനും നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ മരിച്ചു പോയവരുടെ ജീവനും സ്വത്തിനും അത് മരിച്ചു പോയില്ല, ഇനി അവർക്ക് എന്ത് ഇതാണെന്നുള്ള ചിന്തയ്ക്കാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മരിച്ചെങ്കിലും ശരി, ജീവനോടെ ആണെങ്കിലും ശരി, ഓരോ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അവകാശം ഉണ്ട്. മുന്നോട്ട് അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുത്ത് തരിക തന്നെ ചെയ്യണം. ആരോട് പറയാനായിട്ടാണ്? നിയമത്തിൽ ഒരു ശകലം പേടിയുണ്ടായിരുന്നു. ഒരു കേസ് നടന്ന് ഒരാഴ്ചയും കൊണ്ടാകുന്നതിന് മുന്നേ അടുത്ത കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം പേടിയാണ് ജനങ്ങൾക്കുള്ളതെന്ന്. നിയമം തിരുത്തി എഴുതാതെ കേരളത്തിലെ ഈ രീതികളൊന്നും മാറില്ല, ഒരിക്കലും മാറില്ല. ഇനിയും പീഡനവും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ക്രൂരതയും എല്ലാം ഇനിയും നമ്മുടെ കേരളത്തിൽ നടക്കും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇതിനകത്തെല്ലാം വന്ന് ഒരു ചെറുക്കനെ എടുത്തിട്ട് അടിച്ച്, ഏതായാലും അത് മരിച്ചില്ലെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് കാര്യം അറിയത്തില്ല. ഇങ്ങനെ ഇതിനകത്ത് വീഡിയോ കണ്ടത്. എന്താണ് നിയമത്തെ പേടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിയമത്തെ ഭയങ്കര പേടിയായതുകൊണ്ടാണ്. അതുപോലെ ഒരു വീട്ടിൽ അവിഹിതം നടന്നു, അയ്യോ അന്വേഷിക്കാൻ 100 പേരാ. അന്നേരം വാർഡ് മെമ്പർ വരും, പോലീസുകാർ വരും, എല്ലാവരും വരും. ഒരു കുഞ്ഞിനെ ഒരു വീട്ടിലിട്ട് പീഡിപ്പിക്കുന്നു കണ്ടിട്ട് ഒരുത്തിനൊക്കെ ചോദിക്കട്ടെ, ഒരുത്തനും വേണ്ട. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നൊന്നും വലിയ ഇതൊന്നുമല്ല. അതേസമയം ഒരു അവിഹിതമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരു ആരുടെ കയ്യിലും കൂട്ടൊന്നും ബൈക്കിലങ്ങോട്ടൊന്നും പോട്ടെ, ഉടനെ അതൊന്നും ബൈക്കും വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട, ഒന്നും വേണ്ട, നാട് നീളം പരക്കും അവിഹിതമെന്നും പറഞ്ഞുകൊണ്ട്.
അവിഹിതം ഉണ്ടാക്കാൻ മാത്രം ആരുടെ നാവിനും കുഴപ്പമൊന്നുമില്ല, ചെവിക്കും കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരെ അറിയിക്കുന്നതിനും കുഴപ്പമില്ല, മെമ്പറെ അറിയിക്കുന്നതിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞിനെ 2 കൈ ഒടിഞ്ഞ ഒരു കുഞ്ഞിനെ കൊണ്ട് സൺഷെയ്ഡിലെടുത്ത് നിർത്തിയിരിക്കുന്നത് അയൽവക്കത്തുള്ളവർ കണ്ടിട്ട് നിൻ്റെയൊക്കെ വായിക്കകത്ത് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയായിരുന്നു. എന്ത് ഫലമാണ് ഉള്ളത്? അതേസമയം ആ വീട്ടിലൊരു അവിഹിതം നടക്കട്ടെ, അവിഹിതം നടന്നാൽ ഉടനെ പിടിച്ചു അറിയണ്ടേ ഏതവനുമായിട്ടാണ്, എത്ര എണ്ണത്തുമായിട്ടാണ് അവിഹിതം എന്ന് അറിയട്ടെ. അതിനൊന്നും ഓടിച്ചില്ല. അതൊരു പിഞ്ചു കുഞ്ഞല്ലേ, അതിനെ കണ്ട് കാണിച്ചാൽ എന്താണ് എന്നുള്ള ചിന്തയ്ക്ക് നീയൊക്കെ വിട്ടിട്ട് ഇപ്പം ഇരുന്നുകൊണ്ട് അയ്യോ ആ പൊന്നുമോനെ എന്നെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പൊന്നുമോനെ നോക്കിയേനെ. എന്ത് കാര്യം ഇരിക്കുന്നേ, എന്ത് കാര്യം ഇരിക്കുന്നു? ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ അഖിലയുടെ അമ്മയ്ക്കും അഖിലയുടെ അമ്മൂമ്മയുടെ പേരിലും ആ തൊട്ടടുത്ത് താമസിച്ച് കുറേ എണ്ണങ്ങൾ മീഡിയക്കകത്ത് വന്നിരുന്നുണ്ട്. കുറേ എണ്ണങ്ങൾ സാക്ഷി പോലെ പറഞ്ഞില്ലേ, ഞങ്ങൾ കണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ പറഞ്ഞില്ലേ. എല്ലാത്തിനെയും പിടിച്ചകത്തുണ്ട്. കാരണം ഇത്രയൊക്കെ ആ കുഞ്ഞ് അനുഭവിക്കുന്ന എന്തൊക്കെയോ ആ കുഞ്ഞ് അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ചിലക്കുന്ന എല്ലാതുങ്ങളും ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാരാണ്. എല്ലാവരും ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാർ. എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം, എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. ഒരെണ്ണത്തിനെ വെറുതെ വിട്ടു. ആ അഖിലയുടെ അമ്മയെന്ന് പറയുന്നവൾ, ആ അമ്മൂമ്മയെന്ന് പറയുന്നവർ ആ കുഞ്ഞിനെ വെച്ച് വിലപേശിയവരാ, അറിയോ? കുഞ്ഞിനെ വെച്ച് വിലപേശിയവരാ. ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം, എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ എനിക്കറിയത്തില്ല